നമസ്കാരം. ആർ ശ്രീലേഖ റിട്ടയർഡ് IPS. അവർ കൗൺസിലറാണ്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ അവരെക്കുറിച്ച് വളരെ മോശമായ ഒരുപാട് കാര്യങ്ങൾ CPM സൈബർ കമ്മ്യൂണികളൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. അവർ ഒരു പോലീസ് സേനയിൽ അംഗമായിട്ട് കൂടി പോലീസിനെതിരെ അവർ തിരിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ ഈ നെട്ടയത്ത്, തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നെട്ടയത്ത് BJP പ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചതച്ച അവിടുത്തെ വിപിൻ എന്ന SHOയ്ക്കെതിരെ വലിയ സമരമാണ് BJP തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടത്തിയത്. പോലീസിനെ എന്ത് തോന്നിയാസവും കാണിക്കാം. പോലീസ് CPMൻ്റെ ഗുണ്ടകളായി മാറുന്ന കാഴ്ച നമ്മൾ ഇതിനു മുൻപ് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ മെയ് 20 വരെ അതിൻ്റെ സമയമുള്ളതുകൊണ്ട് വട്ടിയൂർക്കാവ് SHO ഒരു ഗുണ്ടയായി ചമഞ്ഞ് അവിടെ നിൽക്കുന്നു എന്നുള്ള ആരോപണവും BJP ഉയർത്തുന്നു. എന്തൊക്കെയാലും ആർ ശ്രീലേഖ മുൻപ് പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു. അവർ DGP ആയിരുന്നു. അവർ ഇപ്പോൾ പോലീസിന് എതിരെ തിരിഞ്ഞത് പരിഹസിച്ചുകൊണ്ട് CPM സൈബർ കമ്മ്യൂണികൾ ഒരുപാട് പോസ്റ്റുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് ആർ ശ്രീലേഖ ഒരു കുറിപ്പ് ഇട്ടിരിക്കുന്നു. ഞാൻ പോലീസ് സേനയിൽ ഉണ്ടായിരുന്നപ്പോഴും തെറ്റുകൾ ചെയ്തു കൂട്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പോടാ പുല്ലേ എന്ന് പലപ്പോഴും മുഖത്ത് നോക്കി വിളിച്ചിട്ടുണ്ട്. പോടാ പുല്ലേ പോലീസേ എന്ന് അവർ മുദ്രാവാക്യം വിളിച്ചതുമായി ബന്ധപ്പെട്ട പരിഹാസത്തിനാണ് ഈ മറുപടി. ഗുരുതര തെറ്റുകൾ, അഴിമതി എന്നിവ ചെയ്യുന്ന പല പോലീസുകാരെയും സർവീസിൽ നിന്ന് ഞാൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ചിലരെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. പലർക്കുമെതിരെ കേസുകൾ എടുത്തിട്ടുണ്ട്. പല പോലീസുകാരും അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അന്നൊന്നും ആരും ഒരു രാഷ്ട്രീയ പോലീസ് അസോസിയേഷൻ നേതാവും എനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടാണോ വിരമിച്ച ശേഷം ഇങ്ങനെ തെറ്റുകൾ ചെയ്തു കൂട്ടുന്ന ഒരുത്തനെ പോടാ എന്ന് വിളിച്ചതിൽ ഇവരൊക്കെ തെറ്റ് കാണുന്നത്? എന്തായാലും ചെയ്ത അപരാധത്തിന് വട്ടിയൂർക്കാവ് SHOയോട് അവധിയിൽ പ്രവേശിക്കാനെങ്കിലും നിർദ്ദേശിച്ചല്ലോ, നല്ല കാര്യം. DGPക്ക് പോലീസ് കമ്മീഷണർക്ക് നന്ദി. തെറ്റുകൾ ആര് ചെയ്താലും ചൂണ്ടിക്കാണിക്കണം. പോലീസുകാർ ചെയ്താൽ അത് ഉയർന്ന ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കണം. രാഷ്ട്രീയക്കാർ ചിലപ്പോൾ അത് ഇത്തിരി സമര മുറകളിലൂടെയൊക്കെ ചൂണ്ടിക്കാണിച്ചേക്കാം. ഏത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായാലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ചുമതലയുള്ള ഉദ്യോഗസ്ഥരായാലും തെറ്റുകൾ ചെയ്താൽ ചൂണ്ടിക്കാണിക്കും. അത് രാഷ്ട്രീയക്കാരാകുമ്പോൾ അല്പം കഠിനമായി തന്നെ ചൂണ്ടിക്കാണിക്കും. ഇവർ ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥയാണ് ആർ ശ്രീലേഖ. അവർ ഇപ്പോൾ രാഷ്ട്രീയ നേതാവാണ്. അപ്പം അവരുടെ മുദ്രാവാക്യങ്ങളോ അവരുടെ പ്രതികരണങ്ങളോ ഈ രീതിയിൽ തന്നെ വരികയുള്ളൂ. അതങ്ങനെയാണ്. അവർ സർവീസിൽ ഇരുന്നപ്പോഴും അവർ പലരോടും പോടാ പുല്ലേ എന്നും അല്ലെങ്കിൽ ആ രീതിയിൽ രൂക്ഷമായി പ്രതികരിച്ചിട്ടുണ്ട്. തെറ്റ് ചെയ്യുന്നവരോട് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത മനോഭാവമാണ് താൻ കാണിച്ചിരുന്നത്, ഇപ്പോഴും താൻ കാണിക്കുന്നത് എന്നാണ് ആർ ശ്രീലേഖ പറയുന്നത്. അത് ഒരു 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 സാമൂഹ്യ കർത്തവ്യമല്ലേ? രാഷ്ട്രീയത്തിലായാലും പോലീസിലായാലും അല്ലെങ്കിൽ സർവീസിലായാലും ഗവൺമെൻറ് സർവീസിലായാലും തെറ്റുകൾ ചെയ്യുന്ന അതാരായാലും, കീഴുദ്യോഗസ്ഥരായാലും ഒപ്പം ജോലി ചെയ്യുന്നവരായാലും അതൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചോദ്യം ചെയ്യുകയും ശക്തമായ നിയമ സംവിധാനത്തിന് കീഴിൽ അതിനെയൊക്കെ കൊണ്ടുവരികയും ചെയ്യുന്നത് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തക എന്നുള്ള നിലയ്ക്കും ആർ ശ്രീലേഖയുടെ ഉത്തരവാദിത്തമല്ലേ? അവർ അത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ പരിഹസിക്കുകയും അതിനെ കളിയാക്കി ട്രോളുകൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ ആ ഒരു നിലവാരം എത്രത്തോളം താഴ്ന്നതാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകും.